പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചുവെന്ന കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഷപ്ന സേതു ചേർന്നു കൊച്ചിയിൽ നിന്ന്. ഷപ്ന, ഈ വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ 2 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചു എന്ന കേസാണ്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. കോടതി ഈ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണോ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് താരം? ലക്ഷ്മി, ഈ വാഹന രജിസ്ട്രേഷൻ കേസുമായി ബന്ധപ്പെട്ട് ACJM കോടതി ഈ സുരേഷ് ഗോപിയുടെ ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരെയുള്ള അപ്പീലാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വാഹന രജിസ്ട്രേഷൻ കേസിൽ ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുകയും അതുപോലെ സുരേഷ് ഗോപിക്ക് സമൻസ് അയച്ച് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഈ കേസ് റദ്ദാക്കണം എന്നൊരാവശ്യം വിചാരണ കോടതിയിൽ ACJM കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ കോടതി ഇത് അനുവദിച്ചിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പുതുച്ചേരിയിൽ 2 ആഡംബര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നതാണ് കേസ്. ഇതുവഴി സർക്കാരിന് 30 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുകയും നികുതി വെട്ടിപ്പ് 30 ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നതായിരുന്നു കേസ്. ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് 2 ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്ത് എന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഈ കേസിലാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. ശരി ഷപ്ന.